ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത് അവർണരായിട്ടുള്ള ആൾക്കാർക്ക്, എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം വേണം, ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ആവശ്യമുണ്ടെന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്ത ആളാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. ആ സമരസമിതിയുടെ, സത്യാഗ്രഹ സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. സെക്രട്ടറി ആയിരുന്നത് ശ്രീ കെ കേളപ്പൻ നമുക്കറിയാം. അതേപോലെ തന്നെ ആ സമരത്തിന്റെ ക്യാപ്റ്റൻ നമുക്ക് അറിയാവുന്ന പോലെ AK എന്ന AK ഗോപാലനായിരുന്നു. അന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളൊന്നും ആയിരുന്നില്ല. അവരുടെ സമരത്തിലൂടെ അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങി. അപ്പോൾ അത് ആ സമരം നടക്കുന്ന കാലഘട്ടത്തിലാണ് കോട്ടയത്തുള്ള കുമാരനെല്ലൂർ ക്ഷേത്രം, നമുക്കൊക്കെ അറിയാം. കുമാരനെല്ലൂർ ക്ഷേത്രപ്രവേശന വിളംബരം രാജാവ് പ്രഖ്യാപിച്ചതിന് ശേഷവും കുമാരനെല്ലൂർ ക്ഷേത്രത്തില് അവർണരെ പ്രവേശിക്കുന്നതിൽ നിന്ന് ഉയർന്ന ജാതിക്കാരും അല്ലെങ്കിൽ നായർ സമുദായത്തിലുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും വിലക്ക് നിന്നു. അവിടെ പ്രവേശനം നടത്താൻ അവർ അനുവദിച്ചില്ല. ആ സമയത്താണ് അവിടെ ആൾക്കാർ തടിച്ചുകൂടി അവസ്ഥ വന്നു. അന്നത്തെ അവിടുത്തെ പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ മന്നത്ത് പത്മനാഭനെ ബന്ധപ്പെട്ടു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, ഇവിടെ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങ് ഇടപെടണം. മന്നത്ത് പത്മനാഭൻ അവിടെ ഓടിയെത്തി. അപ്പോൾ ക്ഷേത്രത്തിന്റെ നടയിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ആ ക്ഷേത്രത്തിലെ ഉള്ളിൽ കയറുന്നവരെ തല്ലാനായിട്ട് ആൾക്കാർ മുഴുവൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥ. പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നു. ഒന്നും നോക്കാതെ മന്നത്ത് പത്മനാഭൻ അവിടെ കൂടിയുന്നതിൽ പുലിയ സമുദായത്തിലുള്ള ആളുടെ കൈ പിടിച്ച് നേരെ ഉയർത്തി പിടിച്ചുകൊണ്ട് നേരെ അദ്ദേഹമായിട്ട് നടന്ന് ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് അവിടെ പ്രാർത്ഥിച്ചു. കാഴ്ചക്കാരായി നോക്കി നിൽക്കാനേ ആൾക്കാർക്ക് സാധിച്ചുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഇച്ഛാശക്തിക്ക് മുമ്പിൽ, അല്ലെ അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യപൂർവ്വമുള്ള ഒരു പ്രവർത്തിക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ലാതെ നിന്നു. അങ്ങനെയാണ് കുമാരനെല്ലൂർ ക്ഷേത്രത്തില് എല്ലാ ജാതിക്കാർക്കും പ്രവേശനത്തിനുള്ള സാഹചര്യം ഉണ്ടായത്. ഇനി നമ്മൾ മനസ്സിലറിയാത്ത ഒരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ദേവസ്വം ബോർഡിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ദേവന്റെ ബോർഡാണ്. അല്ല, അത് ദേവന്റെ ബോർഡല്ല. ചില പാർട്ടിക്കാർക്കും ചില ഭരണക്കാർക്കും അവരുടെ കാര്യം നടത്താനും കാശടിച്ചു മാറ്റാനും മോഷ്ടിക്കാനുമുള്ള ബോർഡാണ് ദേവസ്വം ബോർഡ്. നമുക്ക് ഇപ്പൊ അറിയാം, അന്ന് അങ്ങനെ ആയിരുന്നില്ല. ആ ദേവസ്വം ബോർഡ് തുടങ്ങിയ കാലത്ത് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് തീരുമാനിച്ചത് ശ്രീ മന്നത്ത് പത്മനാഭനെയാണ്. നമുക്ക് എത്ര പേർക്ക് അറിയാം? ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീ മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹം ഇരുന്ന കസേരയിലാണ് ഇന്ന് ഈ പേക്കൂത്തുകളൊക്കെ കാണിക്കുന്ന കുറെ ആൾക്കാർ കയറി ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റതിനു ശേഷം ആദ്യത്തെ മീറ്റിംഗിൽ എടുത്തൊരു തീരുമാനമുണ്ട്. അന്നത്തെ മിനിറ്റ്സ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവര് തീരുമാനമെടുത്തത് ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക്, ക്ഷേത്രം ഭരിക്കുന്നത് വിശ്വാസികളായിരിക്കണം, ഹിന്ദുക്കളായിരിക്കണം. ആദ്യത്തെ തീരുമാനം. രണ്ടാമത്തേത്, ഈ ക്ഷേത്രഭരണത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ ജാതിപരമായ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഹൈന്ദവ സമൂഹത്തെ ഒന്നാക്കി കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്ത് അത്തരത്തിൽ ദേവസ്വം ബോർഡ് അതിനുവേണ്ടി പ്രവർത്തിക്കണം. രണ്ടാമത്തെ തീരുമാനം. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റം വരുത്താൻ തയ്യാറാകണം. ഇതായിരുന്നു 3 സുപ്രധാനമായ വിധികൾ. ആ തീരുമാനം ഇന്നും തീരുമാനമായിട്ട്, അന്ന് അദ്ദേഹം അതിന് ശ്രമിച്ചു എന്നല്ലാതെ തീരുമാനമായിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. അത് മുന്നോട്ട് ഒരു കാരണവശാലും നടന്നിട്ടില്ല. പിന്നെ അദ്ദേഹം നടത്തിയ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. സവർണജാഥ. നിങ്ങൾ കേട്ടിട്ടാണ് സവർണജാഥ. സവർണജാഥ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സവർണർ ജാഥ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർണർക്കെതിരെയുള്ള ജാഥയാവണം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. സവർണജാഥ അവർണർക്ക് വേണ്ടിയുള്ള ജാഥയായിരുന്നു. ആ ജാഥ നടത്തിയത് 2 ജാഥകൾ നടത്താൻ തീരുമാനിച്ചത് ഈ ക്ഷേത്രപ്രവേശനവുമായിട്ടും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയും കാര്യങ്ങളും അവസാനിപ്പിച്ച് ജാതിചിന്തകൾ അവസാനിച്ച് ഹൈന്ദവ സമൂഹത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സവർണജാഥ നടത്തിയത്. 2 ജാഥകൾ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന 2 ജാഥകൾ അദ്ദേഹം പ്ലാൻ ചെയ്തു. ആ ജാഥകളിൽ അതിന്റെ തീരുമാനം അനുസരിച്ച് ഒരു ജാഥ നയിച്ചത് ശ്രീ മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹം വൈക്കത്ത് നിന്നും ജാഥ ആരംഭിച്ച് ആദ്യമായി ആ ജാഥ ഏറ്റുമാനൂരിലെത്തി. ആ സവർണ ജാഥയാണെന്ന് ഓർക്കണം. ഏറ്റുമാനൂരിലെത്തിയ ജാഥയ്ക്ക് ആദ്യ സ്വീകരണം നൽകിയത് SNDP എന്ന പ്രസ്ഥാനം അതിന്റെ മുഴുവൻ കാര്യകർത്താക്കളും നിന്നുകൊണ്ടാണ്. മാലയിട്ട് മന്നത്ത് പത്മനാഭനെ സ്വീകരിച്ചു. ആ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ വനിതകളായിട്ടുള്ള അമ്മമാര് ഒരു കിഴി, അന്നത്തെ കാലത്ത് 13 രൂപയുടെ ഒരു കിഴിയാണ് ഈ കാര്യങ്ങൾ വിജയിപ്പിക്കാനായി ഞങ്ങളുടെ ഒരു സംഭാവന എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് നൽകിയത്. അതിനുശേഷം ആ ജാഥ വീണ്ടും മുന്നോട്ട് നീങ്ങി. കുറെ ദൂരം വന്നു കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ സ്വീകരണം കൊടുത്തത് പുലയ സമുദായക്കാരാണ്. അന്ന് ആ ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും അവിൽ പൊതിയും അവർക്ക് അന്ന് കൊടുക്കാനുള്ള ചെമ്പ് തൊട്ടായിരുന്നു. ആ ചെമ്പ് തൊട്ടുകളും അവിൽ പൊതിയും കൊടുത്തുകൊണ്ടാണ് ആ ജാഥയെ പുലയ സമുദായക്കാർ സ്വീകരിച്ചത്. അതിനുശേഷം നേരെ ആ ജാഥ നമ്മുടെ ശിവഗിരിയില് ശ്രീനാരായണ ഗുരുദേവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. ശ്രീനാരായണ ഗുരുദേവനെ കണ്ട് അദ്ദേഹം അനുഗ്രഹം വാങ്ങി ശാരദാദേവിയെ പൂജിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ അഭിപ്രായം അറിഞ്ഞ് എന്ത് ചെയ്യണം തീരുമാനത്തിൽ ഗുരുദേവന്റെ ഉപദേശം കൂടി സ്വീകരിച്ച ശേഷമാണ് ആ ജാഥ തിരുവനന്തപുരത്തേക്ക് യാത്രയായതും തിരുവനന്തപുരത്തെത്തി അതിന് നിവേദനം കൊടുത്ത് അദ്ദേഹം എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്
ആ കാര്യം സാധിച്ചെടുക്കാനും സാധിച്ചത്. അപ്പൊ ഇത്തരത്തില് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയും ഹൈന്ദവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയുമായിരുന്നു. നമ്മളൊക്കെ പറഞ്ഞു വെച്ച പോലെ, പഠിപ്പിച്ചു വെച്ച പോലെ, നമ്മളെയൊക്കെ മനസ്സിലാക്കി വെച്ച പോലെ നായർ സമുദായത്തെ മാത്രം ഉദ്ധരിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഹിന്ദുവിന്റെ എത്ര വലിയ ആളായി പറയണമെങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ NSSന്റെ ഒരു എത്രാമത്തെ ഞാൻ ഓർക്കുന്നില്ല വർഷം, ഒരു വാർഷിക സമ്മേളനം നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ മഹാരാഷ്ട്രയിലുള്ള, ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം സവർക്കർ എന്നുള്ള ഒരാളിനെ, ഇപ്പൊ സവർക്കറെ അവമാനിക്കുന്ന സമയമാണ്. സവർക്കറെ ആക്ഷേപിച്ചാൽ മാത്രം ആധുനികവാദിയും പുരോഗമനവാദി ആവുന്ന സമയമാണ്. വീര സവർക്കർ അന്നത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ, നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ തീപ്പൊരി നേതാവായിരുന്ന ശ്രീ സവർക്കർ, വീര സവർക്കറെ, അദ്ദേഹത്തിനെ ആ പരിപാടി ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ആ സമയത്ത് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ചെങ്കോട്ടയിൽ നിന്ന് മുതൽ ചങ്ങനാശ്ശേരി വരെ ഓരോ സ്ഥലത്തും സ്വീകരണം കൊടുത്തിട്ട് അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു നായരുടെ മാത്രം ആളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ആയിരുന്നില്ലെങ്കിൽ അത് നടക്കുമായിരുന്നു. കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമായിരുന്നു വീര സവർക്കർ ആരാണെന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിനെ അവിടേക്ക് കൊണ്ടുവന്നത്. ഇത്തരത്തില് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും പറഞ്ഞാലും നമുക്ക് ചിന്തിച്ചാൽ കൂടി അറിയാൻ നമുക്ക് സാധിക്കുന്നത് അപ്പൊ ഇതേപോലുള്ള പല കാര്യങ്ങളുമാണ്. ഇനി ഇതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലെ തീരുമാനം, ആലോചനാ യോഗങ്ങൾ നടത്താൻ SNDPയുമായി ചേർന്ന് ആദ്യമായിട്ട് നിങ്ങൾക്കറിയാം നാമജപയാത്ര എന്നൊരു കാര്യം നമ്മളിപ്പോ കേട്ടിട്ടുണ്ട്. ശബരിമല കാര്യത്തില് ഈ നാമജപയാത്ര ആദ്യമായി നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്, മുഴുവൻ ഹിന്ദുക്കൾക്കും വേണ്ടി. അതിൽ അണിചേർന്നത് SNDPയുടെയും NSSന്റെയും ആൾക്കാർ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ആദ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ സമ്മേളനമായ നാമജപയാത്ര കേരളത്തിൽ ആരംഭിച്ചത്. എത്രയോ കാര്യങ്ങൾ. ഹിന്ദുമത മഹാമണ്ഡലത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഹിന്ദുമത മഹാമണ്ഡലം SNDPയും NSSും ഒരുമിച്ച് ചേർന്ന്, R ശങ്കറും മന്നത്ത് പത്മനാഭനും ഒരുമിച്ച് ചേർന്നാണ് ഹിന്ദുമത മഹാമണ്ഡലം രൂപീകരിച്ചത്. അത് ഹൈന്ദവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഏറ്റവും പ്രബലപ്പെട്ട രണ്ട് സമുദായം ഒരുമിച്ച് നിന്നെങ്കിലേ ബാക്കിയുള്ളവരോട് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സമുദായം, നമ്മുടെ ഹൈന്ദവ സംഘടന, ഹൈന്ദവ സമൂഹം ശക്തമാകുമെന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് ഹിന്ദുമത മഹാമണ്ഡലം രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കേരളം മുഴുവൻ കൊടുങ്കാറ്റ് പോലെ അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു. പക്ഷെ നമുക്കറിയാം രാഷ്ട്രീയത്തിന്റെ എന്ന് പറയുന്നത് ശർക്കരക്കുടത്തിൽ കൈയിട്ട രാഷ്ട്രീയക്കാരൊക്കെ ഇത്തരത്തിലൊരു ഹൈന്ദവരുടെ ഐക്യം വന്നു കഴിഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്നുള്ള കാരണത്തിന്റെ പേരിൽ ഈ രണ്ട് സമൂഹത്തെയും രണ്ടായി തെറ്റിപ്പിരിച്ച് രണ്ട് കഷണമാക്കാൻ അവർ അന്നും ശ്രമിച്ചു. ഇന്നും ഈ അടുത്ത കാലത്ത് ഹിന്ദു സമൂഹം ഒരുമിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ NSSന്റെയും SNDPയുടെ ആൾക്കാർ ഒരുമിച്ച് കൂടി തീരുമാനമെടുത്തപ്പോൾ ഇതേ വക്രബുദ്ധികള്, ഇതേ രാഷ്ട്രീയക്കാര്, ഒരുമിച്ച് വരാൻ താല്പര്യമില്ലാത്തവര് വീണ്ടും നമ്മുടെ കൺമുമ്പിൽ ഇതാ ഒരു മാസത്തിന് മുമ്പ് അത് വീണ്ടും പൊളിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. പക്ഷേ ഇതൊരു നമ്മുടെ മുംബൈയിലും മഹാരാഷ്ട്രയിലും താമസിക്കുന്ന മലയാളി സമൂഹത്തിന്, ഹൈന്ദവ സമൂഹത്തിന് ഒരു മാതൃകയാവണം. മന്നത്ത് പത്മനാഭന്റെ പ്രതിമ എന്തിനാണ് ഈ ആശ്രമത്തിൽ സ്ഥാപിച്ചതെന്നുള്ള കാര്യത്തിന് ചെറിയൊരു സൂചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു പ്രേരണയാക്കി, നിങ്ങൾക്കറിയാം മന്നത്ത് പത്മനാഭന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മുകളിലെ മണ്ഡപത്തിലേക്ക് നോക്കിയാൽ അറിയാം ശ്രീനാരായണ ഗുരുദേവന്റെ ഭവ്യ പ്രതിമ ആ മണ്ഡപത്തില് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ആശ്രമത്തിന്റെ മണ്ഡപത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് എത്രയോ നാളുകൾക്ക് മുമ്പ്. അത് മാത്രമല്ല ഈ മഹാരാഷ്ട്രയിലുള്ള ഒരുപാട് ആചാര്യന്മാരുടെ, സാംസ്കാരിക നായകന്മാരുടെ, ഹൈന്ദവ നവോത്ഥാന നായകന്മാരുടെ ഒക്കെ പ്രതിമകൾ നിങ്ങൾക്ക് ഈ മണ്ഡപത്തിൽ കാണാൻ സാധിക്കും, ഈ ആശ്രമത്തിൽ കാണാൻ സാധിക്കും. ഈ ആശ്രമത്തിന്റെ സ്ഥലം പരമാവധി, അല്ലെങ്കിൽ അതിന്റെ ഒരു അന്തരീക്ഷം ഉപയോഗിക്കുന്നതിൽ നമ്മുടെ മലയാളികൾ, നമ്മുടെ ഹിന്ദുക്കൾ എത്ര പുറമോട്ടാണെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം തറവാടാണ്. സ്വാമിജി എപ്പോഴും പറയും ഇത് നിങ്ങളുടെ തറവാടാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയ തറവാട് എന്റെ തറവാടാണെന്നല്ല സ്വാമിജി പറയാതെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തറവാടാണ്. ഈ തറവാട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തറവാട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു പിറന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ ഒരു നല്ല അവസരം ഉണ്ടാകുന്ന സമയത്തും അതിനും കൂടി നമുക്ക് ഈ തറവാട് ഉപയോഗിക്കണം. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ മരിക്കുമ്പോൾ ബലിയിടാൻ മാത്രമുള്ള സ്ഥലമല്ല ഇത്, മറിച്ച് ആധ്യാത്മിക കേന്ദ്രമാണ്. എല്ലാ കാര്യത്തിനും ഉപയോഗിക്കണം. അപ്പൊ ആ തറവാടിനെ കൂടുതൽ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരേണ്ട ചുമതലയും നമുക്കുണ്ട്. ഒരു ഒരു ഐക്യത്തിന്റെ തുടക്കമാവട്ടെ ഇന്നത്തെ ഈ മന്നത്ത് പത്മനാഭന്റെ പ്രതിമാനാച്ഛാദനമായ ഒരു തുടക്കമാവട്ടെ. സ്വാമിജി അതിനുള്ള തുടക്കം കുറിച്ചു. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കടമ നമ്മളുടേതാണ്. ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ സമുദായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു സമയത്ത് ഓരോ പരിപാടികൾ എല്ലാവരെയും ഒരുമിച്ച്, സമുദായത്തിന്റെ പരിപാടികൾ നടക്കുന്നതോടൊപ്പം എല്ലാ സമുദായത്തിന്റെ ആൾക്കാരെ, ഹൈന്ദവരെ ഒരുമിച്ച് പരിപാടികൾ സംഘടിപ്പിക്കാൻ നിങ്ങളും മുന്നോട്ട് വരണം. ഈ തുടക്കം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ മുംബൈയുടെ ചരിത്രം വർഷങ്ങളായി നേരിട്ട് കണ്ട് മലയാളിയുടെ തനതായ അടയാളങ്ങൾ അതിൽ പതിപ്പിച്ച
മുംബൈയുടെ പ്രിയപ്പെട്ട കാരണവർ, നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട കാരണവർ, പ്രിയപ്പെട്ട ലയൺ കുമാരൻ നായർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് കയ്യടി എത്ര കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഈ പ്രായത്തിലും ഓടി നടന്ന് ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടിയുള്ള പണി എന്തായാലും ഏറ്റെടുത്ത് മുമ്പോട്ട് വരുന്ന അദ്ദേഹത്തിന് നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം. ശ്രീ അമൃത് പത്മനാഭൻ്റെ ഫോട്ടോ അനാച്ഛാദനം ബോംബെയിൽ ആദ്യമായിട്ട് നടത്തി. അമൃത് പത്മനാഭൻ എന്ന മഹാസാരഥി ആരാണെന്നും എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ഈ കാലമത്രയും അദ്ദേഹം ചിന്തിച്ച പ്രവർത്തനങ്ങൾ, ചെയ്ത കാര്യങ്ങൾ മലയാളികൾക്കും കേരളത്തിലെ മറ്റ് സമുദായക്കാർക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് തന്നെ ഒരു മാതൃക പുരുഷനായി എന്നുള്ള കാര്യം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പ്രായമായ കുറച്ചാളുകൾക്കല്ലാതെ യുവതലമുറയ്ക്കോ മറ്റാളുകൾക്കോ അറിവില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതിന് കാരണം നമ്മൾ തന്നെ, നമ്മുടെ സംഘടന തന്നെ ഇന്ന് ഈ ആസ്ഥാന മന്ദിരം ശ്രീനാരായണ മന്ദിരത്തിനോട് ഈ ശ്രീരാമ ട്രാൻസ്ഫോർമേഷൻ ഒരു 85 കൊല്ലം മുമ്പ് ഉദ്ദേശിച്ചു. ബദലാപൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ മണ്ണിൽ കാലിൽ ചവിട്ടാനും ആ മണ്ണിൻ്റെ മണം ആഘോഷിക്കാനും ഇനി നമുക്ക് കേൾക്കാനുള്ള ശബ്ദം കേന്ദ്രീയ നായർ സേവാ സംഘത്തെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ ഹരികുമാർ മേനൻ സാർ. ചേട്ടാ സോറി, സമയം വളരെ കുറവാണ്. ഞാൻ ഒരിക്കലും അധികം പ്രസംഗിയല്ല. കാരണം ഇന്നത്തെ ഇവിടെ എന്താണ് രണ്ടു വാക്ക് പറയാനുള്ളത് മാത്രമേ പറയുള്ളൂ. ആദ്യം തന്നെ പറയുകയാണ്, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളുടെയും മന്നത്ത് ആചാര്യൻ്റെയും നമ്മുടെ എല്ലാം ആത്മീയ ഗുരു സംഭൂജ്യ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികളുടെയും പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗത്തോടാണ്. ഇന്ന് ശ്രീകുമാർ ആഭിമുഖ്യത്തിൽ പറഞ്ഞു ഒരു സുദിനമാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു സുദിനമാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം മന്നത്ത് ആചാര്യൻ്റെ നമ്മളെല്ലാം ദൈവത്തെ പോലെ ആരാധിക്കുന്ന, നമുക്ക് നായർ കമ്മ്യൂണിറ്റി അറിയാമല്ലോ, അദ്ദേഹം NSS ആ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് 1914 അപ്പോൾ അന്ന് ഒരു ദിശാബോധവുമില്ലാതെ പോയിരുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നേർവഴിക്ക് കൊണ്ടുവന്ന ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാം ഒരു ദൈവത്തെ പോലെ കാണുന്ന സമുദായ ആചാര്യൻ്റെ പ്രതിമ ഇന്നിവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും എല്ലാവർക്കും, ഓരോ മലയാളിക്കും അഭിമാനിക്കാം. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പറയാനാണെങ്കിൽ ഒരുപാട് പറയാം. പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ചതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു പ്രാന്താലയമായിരുന്ന കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച് മലയാളികളുടെ തന്നെ അഭിമാനം വീണ്ടെടുത്ത ഒരു എന്താ പറയുക സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് ആചാര്യൻ. അപ്പോൾ ഇന്ന് മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ സ്വാമിജിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആചാര്യൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ ഇവിടെ വന്ന് പങ്കെടുക്കുവാനും എല്ലാവരെയും കാണുവാനും, കുറേ നാളുകൾക്ക് ശേഷം 2 മാസം മുമ്പ് സ്വാമിജിയെ കണ്ടിരുന്നു, എങ്കിലും വീണ്ടും സ്വാമിജിയെ കാണുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഏതാണ്ട് 1.5 മാസം മുമ്പാണ് സ്വാമിജി എന്നെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറയുന്നത്. സ്വാമിജി പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം നടത്താൻ പോവുകയാണ്, ഇത് കാരണം നീ ഒന്ന് മുന്നിട്ടിറങ്ങി എത്രയും പേരെ അറിയിക്കാൻ പറ്റും എത്രയും പേരെ അറിയിക്കുക. ഞാനത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു സ്വാമിജി. ഒരു പക്ഷേ കൂടുതൽ ആളുകൾ വന്നേനെ. ഇന്ന് ഞായറാഴ്ച ആയിട്ടും വേറെ പല പ്രോഗ്രാമും നമ്മുടെ ഗവൺമെൻറ് പ്രാന്തകൃഷി നടക്കുന്നതാണ് തന്നെയാണ് ഒരു പക്ഷേ ഇത്രയും ആൾ കുറഞ്ഞത് പോയി. എങ്കിലും നല്ല രീതിയിൽ ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ ആശ്രമം തീർച്ചയായിട്ടും നേരത്തെ എൻ്റെ പ്രൊഫസർ പറഞ്ഞു, എനിക്ക് മുമ്പുള്ള എല്ലാവരും നമ്മുടെ രമേശ് പറഞ്ഞു, ഇതിവിടെ തലയോർത്ത് നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ. ഇത് ഓരോ ഹിന്ദുവിൻ്റെയും അഭിമാനമാണ്. ഇത് നമ്മുടെ സനാതന ധർമ്മത്തിന് മുമ്പോട്ട് പോകാനുള്ള ഒരു മാർഗദർശനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളോടും പറയുക, വരുന്ന തലമുറ
ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ കുറേ പേര് വന്നു, നമ്മളുടെ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ മാത്രമേ ഒരു പക്ഷേ എനിക്ക് നമ്മളെ കാണാൻ സാധിച്ചു. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ എന്താ പറയുക, അറിയാവുന്ന നമ്മുടെ അടുത്ത ജനറേഷൻ ഇപ്പോൾ മൊബൈലിൽ ജനിച്ചു പോകുന്നവരാണ്. അപ്പോൾ അവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയണം. എനിക്കറിയില്ല നമ്മുടെ കുട്ടികളിൽ എത്ര പേർക്ക് അറിയാൻ വേണ്ടി ബദലാപൂരിൽ ഇവരുടെ ആശ്രമമുണ്ട്, നമ്മുടെ ഒരു സ്വാമിജി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ നമ്മൾ അതിനെപ്പറ്റി വിചാരിച്ചില്ലെങ്കിൽ ഇന്ന് ഈ ഒരു സുദിനം ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു ടേണിംഗ് പോയിന്റ് നമ്മൾ പറയത്തില്ലേ, ആ രീതിയിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അധികം സംസാരിക്കുന്നില്ല, ഇനി ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മൾ കേന്ദ്രീയമായ സാംസ്കാരിക സംഘത്തിൻ്റെ ഇനിഷ്യേറ്റീവിൽ നമ്മൾ സ്വാമിജിക്ക് ഒരു ചെറിയ ഉപഹാരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ നായരെയും വൈസ് പ്രസിഡന്റ് കുസുകുമാരി ചേച്ചിയെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിൽ കുടുംബത്തിൽ നിന്നും നമ്മളെ നയിച്ചിരുന്ന നമ്മളുടെ KNSSൻ്റെ ഫോർമർ പ്രസിഡന്റ് ശ്രീ ഗുരുപ്രസാദിനെയും ക്ഷണിക്കുകയാണ്. ഒന്ന് ഈ വേദിയിലോട്ട് വരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. കുമാരനാരായണൻ ഓൾസോ പ്ലീസ്. എല്ലാവർക്കും വരാം കേട്ടോ, ഞാൻ പേരെടുത്ത് പറഞ്ഞത് ക്ഷമിക്കണം. SS നായർ ചേട്ടൻ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങളായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഗ്ലോബൽ പ്രസിൻ്റെ ചെയർമാനാണ്. രമേഷുണ്ട്, ശ്രീകാന്ത്ജിയുണ്ട്, അജയുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ഉപകാരമാണ്. ആശ്രമത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം. വെരി വെരി സോറി, ഞാൻ ചിത്രം ഇങ്ങോട്ട് വിളിക്കാൻ മറന്നുപോയി. കമ്മ്യൂണിറ്റിയിലെ ആസ്ഥാന മന്ദിരവും നായർ സമുദായത്തിൻ്റെ നായർ സമുദായക്കാർ ലക്ഷക്കണക്കിന് ചെലവാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നായർ സമുദായം. അതേ സമയത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി സദ്യ തരുന്ന സ്ഥാനമാണ് ഈ ഇതിൻ്റെ പേരൻസ് അപ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മുഖ്യ ചെലവ് പങ്ക് അവർ ഒന്ന് അഷ്വർ ചെയ്യും. അതുകൊണ്ട് അത് രക്ഷിക്കുക. അത് ഒരു ജബർദസ്തി കലാകാരമായി വേണ്ട. ഒരു ചെറിയ സംഭാവന എന്ന് പറയാൻ പറ്റില്ല, ഒരു ദക്ഷിണ ബഹുമാനപ്പെട്ട സ്വാമിജി സാന്താക്രൂസ് NSS വഴി. അടുത്തതായി SNDP അംബർനാഥിൻ്റെ കഴിഞ്ഞ ഏതാണ്ടൊരു എനിക്ക് തോന്നുന്ന ഒരു 15-20 വർഷമായിട്ട് സംഘടനയെ അത്യുന്നതങ്ങളിൽ എത്തിച്ച എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ അജയ്കുമാർ, അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. ഒരു കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഭാരതത്തിലെ പല നഗരങ്ങളിലും ഈ മൈക്കും പിടിച്ചിങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം അദ്ദേഹമാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു.
ഇവിടെ വേദിയിലുള്ള എല്ലാ പ്രഗത്ഭന്മാർക്കും എൻ്റെ സ്വാമിജിക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സ്വാമിജി കുറേ ദിവസങ്ങൾ മുമ്പ് ഫോണിൽ കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു, അജയ വരണം വരണം വരണം. ഞാൻ പറഞ്ഞു, സ്വാമിജി ക്ഷണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. SNDP അമ്പർനാഥ ശാഖയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഈ മഹത് വ്യക്തിയായ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുമ്പോൾ വരേണ്ടത്. കാരണം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകന്മാരായ ഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ അവരൊക്കെ എത്രയോ വർഷം ഇന്ത്യ എന്തായിരിക്കുന്ന സ്വപ്നം കണ്ട മഹത് വ്യക്തികളാണ്. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഒരു ക്ഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനും സ്വാമിജിയോട് ബാക്കിയെന്ന വരി ഞാൻ എൻ്റെ ശാഖയിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഈ അമ്പർനാഥ് ശാഖയും ഈ രാമഗിരി ആശ്രമവും തമ്മിൽ വളരെ ഒരു ആത്മബന്ധമുണ്ട്. കാരണം കഴിഞ്ഞ 16 വർഷമായി അമർനാഥിൽ പൊങ്കാല നടത്തുകയാണ്. ദേവിയെ ഇവിടുന്ന് ഘോഷയാത്രകൾ കൊണ്ടുപോയി അവിടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ദേവിയെ അവിടെ കൊണ്ടുപോകുന്നു. അവിടെ പൂജകളിൽ പങ്കെടുക്കുന്നു. പൂജയിൽ പങ്കെടുത്തു മാത്രമല്ല സ്വാമിജി ഒന്നാണ് 16 വർഷവുമായി പണ്ടാരടപ്പിൽ തീ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആത്മബന്ധം ഭയങ്കരം തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം വെച്ചാൽ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും കൂടെ സമയങ്ങൾ ഒരുപാട് പോയി. അപ്പോൾ ഇങ്ങനൊരു മഹത് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി എനിക്കും നമ്മൾക്കും എല്ലാവർക്കും ഒരു മഹാഭാഗ്യമായി കരുതുന്നു. എല്ലാവരും സ്വാമിജിക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് ഈ തറവാടിനെ എത്രയും നമ്മൾ ഉയർത്തണം, നമ്മളുടെ തറവാടാക്കി. അപ്പോൾ നമ്മൾ രമേശ് പറയുന്നുണ്ടായിരുന്നു, SNDPയും NSUം തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം വിശദമായി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന് വിശദകലത്തിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പ്രസ്ഥാനത്ത് ഈ തറവാടിനെ നമുക്ക് ഉയർത്തി വലുതാക്കാം എന്നുള്ള ആശയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീകാന്ത് നായർ, മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി ഷിൻഡേജിക്ക് എല്ലാ കാര്യത്തിലും ഒരു പിന്തുണയോ റൈറ്റ് ഹാൻഡോ എന്താണ് പറയേണ്ടതെന്നറിയില്ല. അത്ര ഒരു അടുത്ത് നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട വാക്കുകൾ സപൂജ്യ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികൾ, വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ ആരാധകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഭക്തജനങ്ങളെ, ഇന്ന് നിങ്ങൾക്കൊപ്പം തന്നെ ഞാനും ഇതിനു മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു സുദിനത്തിന് സാക്ഷിയാകുകയാണ്. കാരണം അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ നമ്മുടെ ആരാധനായ സമുദായാചാര്യൻ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമ മുംബൈയിൽ അനാച്ഛാദനം ചെയ്യുന്നതിൻ്റെ ശരിയായിട്ടുള്ള കാരണം, എന്തുകൊണ്ട് ഈ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മളതിന് സാക്ഷിയാകുന്നു എന്നുള്ളതിന് വ്യക്തമായ കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രമേശ് കലമ്പോലി ഇവിടെ അവതരിപ്പിച്ചു. അതെല്ലാവർക്കും ബോധ്യമായി. കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ മുഖ്യനായ സാംസ്കാരിക നായകനായ സാമൂഹിക പരിഷ്കർത്താവായ സമുദായാചാര്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമ മുംബൈയിൽ ഇവിടെ അനാച്ഛാദനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഡൽഹിയിൽ അവിടെ ഭൂമിപൂജ നടത്തി. ഒരു നായർ സമുദായത്തിൻ്റെ അംഗം എന്ന രീതിയിൽ, അല്ലെങ്കിൽ നായർ സമുദായ സംഘടനയിൽ നിരവധി വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഒരു ജാഗ്രത തോന്നുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നും ഈ ചിന്ത പോയില്ലല്ലോ. നമ്മളിവിടുത്തെ ഒരുപാട് സംഘടനകളുണ്ട്, പ്രാദേശികമായിട്ടും ഇതിലെ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നായർ സംഘടന ഉണ്ടാക്കിയിട്ടും നമുക്കൊന്നും എത്താത്ത ആ രീതിയിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ആരാധനായ സ്വാമിജി
ആ കർത്തവ്യം നിർവഹിച്ചല്ലോ, അദ്ദേഹം അത് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇത് എല്ലാ മഹാരാഷ്ട്രയുടെ എല്ലാ നായർമാർക്കും നായർ സംഘടനകൾക്കും ഇതൊരു പ്രചോദനമാണ്. ഇത് ഒരു മാതൃകയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രമാത്രം ഒരു കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായകനെയാണ് നമ്മളിവിടെ ചെയ്ത് പ്രതീക്ഷിച്ചത്. നമുക്കത് സാധ്യമായി. ഈ ആശ്രമത്തിൻ്റെ പരിസരത്ത് അറിയാം, ഈ മുൻപ് എഴുത്തച്ഛൻ്റെ അടക്കമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഞാൻ സാക്ഷിയാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെയും അതുപോലെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളുടെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു സാന്നിധ്യം, അദൃശ്യ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ ബദലാപൂരിലെ ഈ രാമഗിരി ആശ്രമം. അതിന് ഈ ആശ്രമം ഇവിടം വരെ ഇന്ന് എത്തിച്ചതിൻ്റെ പിന്നിലുള്ള ശ്രീ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികളുടെയും അദ്ദേഹത്തിൻ്റെ ഗുരുവരിൻ്റെയും ഒക്കെ ആ കഷ്ടപ്പാട്, അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ് വർക്ക്, അതിന് ഈ സമയത്ത് ഞങ്ങളുടെ നന്ദിപൂർവ്വം ഓർത്തുപോകാണ്, സ്മരിക്കുകയാണ്. പക്ഷെ അത് മാത്രമല്ല, അതിനോടൊപ്പം അതിന് കരുത്തും ശക്തിയായിട്ട് നിന്നിരുന്ന ഇപ്പോഴും നിൽക്കുന്ന ശ്രീ കുമാരൻ നായർ സാറിനെ പോലുള്ള നമ്മുടെ മുംബൈയിലെ കാരണവരെന്ന് പറയുന്നത് ആ ഒരു ഇത് ഒപ്പം കൂടെ നിന്നിട്ട് ഒന്നിനു വേണ്ടിയിട്ടില്ല, പക്ഷെ ആ ആശ്രമം നന്നാകണം, അത് വികസിക്കണം, അവിടെ കാര്യങ്ങളും പൂജകളും എല്ലാം നടക്കണം. ഒരുപാട് നമ്മുടെ ഇവിടുത്തെ ഹിന്ദുക്കളുടെ വലിയൊരു ആശ്രയ കേന്ദ്രമാണ്. വലിയ കർമ്മങ്ങൾക്കും അതിനൊക്കെ ആയിട്ട് ആ കർമ്മങ്ങൾക്കൊരു മുടക്കം കൂടാതെ അതിനൊരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ആ ഒരു സപ്പോർട്ട് കട്ടയ്ക്ക് കൊടുക്കുന്നത്. അത് നമ്മളും ഈ പറഞ്ഞ മാതിരി ഇതുപോലെ ആവശ്യം വരും. സ്വാമി ഈ കാര്യത്തിനും അറിയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ ഇലക്ഷൻ സമയമാണ്. ഇലക്ഷൻ പ്രചരണത്തിന് പോകേണ്ടതാണ്. ഈ ആശ്രമമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം, സ്വാമിയുമായിട്ടുള്ള ആത്മബന്ധം കൊണ്ട് മാത്രമാണ് ഒരാഴ്ചക്ക് മുമ്പ് കേരളത്തിൽ എത്തേണ്ട ഞാൻ ഈ 29-ാം തീയതി ഇതിന് ശേഷം പോകാമെന്ന് തീരുമാനിച്ചത്. എന്നെപ്പോലെ തന്നെ രമേശ് കടമ്പലി അടക്കമുള്ള പല ആൾക്കാരും അത് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ അതിനേക്കാളും എത്രയോ പ്രാധാന്യമാണ് ഈ ചടങ്ങ്, അല്ലെങ്കിൽ സ്വാമിജിയുടെ ഈ ഒരു അറിയിപ്പ്. കാരണം നമ്മൾ വരും എന്നുള്ള പ്രതീക്ഷയാണ്. അതൊരു ആത്മബന്ധമാണ്, ഹൃദയബന്ധമാണ്, ആശ്രമത്തിലുള്ള എൻ്റെ സ്നേഹമാണ്. ഈ പ്രതിമ അനാച്ഛാദനത്തിന് ഇവിടെ സാക്ഷിയാൻ സാധിച്ചതിൽ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കുടുംബത്തിനും വളരെയധികം സന്തോഷം, നന്ദിയുണ്ട്. അതിന് കാരണക്കാരായ ഈ ആശ്രമത്തിലും സ്വാമിജികളും സ്വാമിക്കൊപ്പം നിൽക്കുന്ന ഇവർ നമ്മുടെ ജ്യോതിയും മറ്റെല്ലാ ആശ്രമ ആൾക്കാർക്കും എല്ലാവർക്കും ഇതിന് സാക്ഷ്യം പറ്റ വന്നിട്ട് നിരവധി പ്രമുഖരിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പ്രാർത്ഥനയോട് നന്ദി, നമസ്കാരം.